അവർക്ക് പിന്നിലായി നിന്നിരുന്ന ഗൗരി അവരെ അവിടെങ്ങും കാണാത്ത ആശ്വാസത്തിൽ മുടി മുന്നിലേക്കിട്ട് തലയോർത്ത് ചുറ്റും നോക്കിയത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ നെഞ്ചിൻ കൂടിനുള്ളിൽ നിന്ന് ഒരു വിങ്ങൽ പുറത്തു വന്നത് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. ഇതുവരെ അനുഭവിച്ച സങ്കടത്തിന്റെ ഇരട്ടി വേദന ആ സമയം വരെ ഉള്ളിലുണ്ടായിരുന്നു. അച്ഛൻ തിരുമേനി വന്നതും അവരെ അകത്തേക്ക് ക്ഷണിച്ചൊന്നും അവൾ അറിഞ്ഞതേയില്ല. മാഷ് അകത്തേക്ക് കയറിയിട്ടും ജീവനില്ലാത്ത പാവ കണക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ട് ശിശിൻ അവളെ തൊട്ടി വിളിച്ചപ്പോഴാണ് അവൾക്ക് പരിസരബോധം വരുന്നത്. അവന്റെ മുഖത്ത് നോക്കാൻ ശക്തിയില്ലാതെ അവൾ വേദന കടിച്ചമർത്തിക്കൊണ്ട് സാരി തലപ്പ് കൊണ്ട് മുഖം തുടച്ചു. എന്താ ചൂടല്ലേ, വീർത്ത് കുളിച്ചു. അതും പറഞ്ഞ് അവൾ അവനെ നോക്കാതെ അകത്ത് കയറിപ്പോയി. ചൂടോ? എന്നിട്ട് എനിക്ക് ചൂടില്ലല്ലോ. അതൊക്കെ ചുറ്റിയാ പിന്നെ ചൂടില്ലാണ്ടിരിക്കും. പതിയെ ചിരിച്ചുകൊണ്ട് തിരിവെയാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഇല്ലത്തിന്റെ ഇങ്ങേയറ്റത്തെ കോണിലുള്ള ഷെഡിൽ ദേവി ഇരിക്കുന്നുണ്ട്. അവനെ ഒട്ടിച്ചേർന്ന് ഷോൾഡറിൽ തലവെച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. ഗൗരിന്റെ ചൂടിന്റെ കാര്യം ഇപ്പോൾ മനസ്സിലായി. ആരവിനെ തോണ്ടി വിളിച്ച് കാണിച്ചു കൊടുത്തതും അവന്റെ മുഖം ചുവന്നു വരുന്ന ഷിജിൻ കണ്ടു. അവൻ പോണൽ പോട്ടെ, നമ്മൾക്ക് നല്ല ചുള്ളൻ ചെക്കനെ ഗൗരിക്ക് കണ്ടുപിടിച്ച് കൊടുക്കടാ. ഷിജിൻ പറഞ്ഞൊന്നും ആരവ് കേട്ടതേയില്ല. അവനാകെ ദേഷ്യം വന്നിരുന്നു. ഓളൊരു പഞ്ചാര. തിരുമേനിയുടെ മുഖത്തെ ഉത്സാഹക്കുറവ് ഗൗരി ശ്രദ്ധിച്ചു. സംസാരിക്കാൻ അത്ര താല്പര്യമില്ലാത്ത പോലെ. അമ്മ എവിടെയെന്ന് ചോദിക്കാൻ തോന്നിയെങ്കിലും അവൾ മൗനം പാലിച്ചു നിന്നു. അവർക്കുള്ള പൈസയുമായി ശങ്കരമാമ വന്നു. അവളെ കണ്ടപാടെ ഒരു ചിരി വരുത്തിക്കൊണ്ട് തിരുമേനിയുടെ അടുത്ത് കൊടുത്തു. അദ്ദേഹം പോയി. ശങ്കരമാമ ഇങ്ങനെയല്ലല്ലോ. ഇനി കണ്ണിട്ടിനെ പേടിച്ചാവോ? ആരും പുറത്തേക്ക് വരാത്തത്? അച്ഛനും അതുകൊണ്ടാവോ കൂടുതലൊന്നും മിണ്ടാത്തത്? തിരുമേനി കൊടുത്ത കൈനീട്ടവുമായി അവൾ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ദേവിന് ഒരിക്കൽ കൂടി അവന്റെ പുച്ഛത്തോടെയുള്ള നോട്ടം തനിക്ക് നേരെ നീണ്ടുവരുന്നു അവൾ കണ്ടെങ്കിലും അവൾ നോട്ടം തെറ്റിച്ചു. അവളുടെ ഇരുവശത്തുമായി ഷിജിൻ ആരവും നിന്നു. വാടാ എന്നും പറഞ്ഞ് ഷിജിൻ അവളെ തോളിൽ കയറ്റി പിടിച്ചപ്പോൾ ആരോ ദേവിന്റെ നേരെ കാലിപ്പിലും നോക്കി. ഗൗരി പോകുന്നു നോക്കി. അകത്ത് 4 കണ്ണുകൾ ഉണ്ടായിരുന്നു. ദേവിനെ പേടിച്ച് ഗൗരിയോട് സംസാരിക്കാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു ദേവിന്റെ അമ്മയും മൂപ്പോളും. വീട്ടിലേക്ക് നടക്കും തോറും അവളുടെ മനസ്സ് വെറുതെ നൊന്തുകൊണ്ടിരുന്നു. ദേവെല്ലാം മറന്നു പോയടാ എന്നുള്ള ആരവിൻ്റെ സംസാരം കൂടെ കേട്ടപ്പോൾ അവൾക്ക് കൂടുതൽ സങ്കടമായി. അങ്ങോട്ട് പോവേണ്ടായിരുന്നില്ല, ഇന്നലെ ഇതൊന്നും കാണേണ്ടായിരുന്നല്ലോ. മനസ്സങ്ങനെയാ, വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. അവസാനം നമ്മുടേതല്ലെന്ന് അറിയുമ്പോൾ കരയിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അവരുടെ മുന്നിൽ പിടിച്ചു നിർത്തിയ മേനീർ തലയിനോട് പങ്കുവെച്ച് മനസ്സ് ശാന്തമാക്കുമ്പോൾ പ്രകൃതി ഇരുട്ടിനെ കൂട്ടുപിടിച്ചിരുന്നു. അമ്മയോട് വിശപ്പില്ല എന്ന് പറഞ്ഞ് ഉമ്മറത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് ആരവ് പോയ കാര്യം അമ്മ പറയുന്നത്. അവനും ഒരുപാട് സങ്കടമായി എന്ന് അവൾക്കും തോന്നി. കണ്ണേട്ടൻ എന്നോട് എന്താ ഇത്ര ദേഷ്യം? ശരിക്കിതുവരെ നന്നായിട്ടൊന്നും സംസാരിച്ചിട്ട് പോലുമില്ല. വേണുമാഷിനെ കണ്ടിട്ട് പോലും എന്നിട്ട് വന്നത് പോലുമില്ല. ആരവിനെ കണ്ട് പരിചയമുണ്ടല്ലോ, എന്നിട്ടൊന്നും സംസാരിച്ചില്ല. അച്ഛൻ എന്നെ ദേഷ്യമായെന്ന് തോന്നുന്നു. വിശേഷമൊന്നും ചോദിച്ചില്ല. ഗൗരിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. നോവോടെ അവൾ കഴുത്തിലെ ചരടിൽ വിരലുകൾ കോർത്തു. കണ്ണേട്ടനെല്ലാം മറന്നില്ലേ? ആ ചിന്തകളിൽ എവിടെയും ഞാനില്ല. ഒരു ദീർഘനിശ്വാസത്തോടെ അവൾ ആകാശത്തേക്ക് നോക്കിയിരുന്നു. എൻ്റെ പേരിൻ്റെ കൂടെ കണ്ണേട്ടൻ്റെ പേര് ദൈവം എഴുതി വെച്ചിട്ടില്ല എന്ന് അവൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. കോളേജില്ലാത്തത് കൊണ്ട് ഗൗരിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് കൊണ്ട് അമ്മ നിർബന്ധിച്ച് അവൾ അമ്പലത്തിലേക്ക് വിട്ടു. ഒന്നിനും തോന്നുന്നില്ല. അന്ന് പോയ ആരവിൻ്റെയും ഷിജിൻ്റെയും പൊടി പിന്നെ കണ്ടതുമില്ല. വിരാദുഃഖവും ഒക്കെയായി ഹലാക്കിൻ്റെ അവിലും കഞ്ഞി കട്ട പോസ്റ്റ് ഡേ. ഒടുവിൽ അമ്മൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അമ്പലത്തിലൊന്ന് പോവാന്ന് വെച്ചു. ഷോർട്ട് കട്ട് വഴി ഹസനിക്കേൻ്റെ കടയുടെ പിറകിലെ വഴിയിലൂടെ കയറിപ്പോഴപ്പോഴാണ് പിറകിൽ നിന്ന് മഞ്ഞക്കിളി എന്ന് ആരോ വിളിച്ചത്. ആരെ മഞ്ഞക്കിളി? ആരയിലൊക്കെ ആവട്ടെ. അതൊന്നും മൈൻഡാക്കാണ്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ ദേവിൻ്റെ ബുള്ളറ്റ് കിടക്കുന്നത് കണ്ടത്. സമീപത്തെ വർക്ക്ഷോപ്പിൽ ആ ജിപ്സി കിടക്കുന്നതും അവൾ ഒരു നോക്ക് കണ്ടു. നാശം, ഞാൻ എവിടേക്ക് ഇറങ്ങിയാലും അവിടെ ഉണ്ടാവും ഈ കുരിപ്പുകൾ. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. റോഡ് ക്ലോസ് ചെയ്ത് തലയും താഴ്ത്തി ആരെയും നോക്കാതെ അമ്പലത്തിലേക്ക് പോയി. മനസ്സ് നിറഞ്ഞു. കണ്ണേട്ടൻ്റെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിച്ചു. തൊഴുതിറങ്ങുമ്പോഴാണ് കുരുത്തം പോലെ ശിവനെ കണ്ടത്. ഏട്ടൻ വിളിച്ചിട്ട് വന്നതാടി. വൈബൊന്നും കഴിഞ്ഞിട്ടില്ല. വിശേഷം പറച്ചിൽ അവൾ ഏട്ടൻ വന്നതൊക്കെ പറഞ്ഞു. സുന്ദരി ഏടത്തി, അമ്മയുണ്ടടാ കൂടെ. ഏട്ടൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതായിരുന്നു. ഏതോ റിസർച്ചിൻ്റെ ഭാഗമായി ഏട്ടൻ്റെ കൂടെ വന്നതാ. പ്രണയാണെന്ന് തോന്നുന്നു. ഗൗരി അതിന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. പിന്നെ കാണാടാ എന്ന് പറഞ്ഞ് ഗൗരി അതിവേഗം നടന്ന് നീങ്ങുമ്പോൾ ശിവ അമ്പലത്തിനുള്ളിലേക്ക് നടന്ന് കയറിയിരുന്നു. പ്രണയമാണ് പോലും. പ്രണയം കൂപ്പ് മണ്ണം കട്ട. അവൾക്ക് റിസർച്ചിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ വേണമായിരുന്നു. വേറെത്ര കാട്ടുമുക്കുണ്ട് അവൾക്ക് റിസർച്ച് ചെയ്യാൻ. തള്ളച്ചി
ആ പെണ്ണിനെയും പ്രാഗി വരുമ്പോഴാണ് ആൽമരത്തിന് ചുവട്ടിൽ ദേവും ടീമും ഇരിക്കുന്നത്. ഒരു ഞെട്ടലോട് ഗൗരി കണ്ടത്. ആരോട് ചോദിച്ചിട്ടാടി അവന്റെ ബൈക്കിലേക്ക് കയറിയത്? ദേവ് അവന്റെ അപ്പുറത്തിരിക്കുന്ന ആ പെണ്ണിനോട് അലറി ചോദിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിൽ കടലമിട്ടായി തിന്നിരിക്കുകയാണ്. ഗൗരിക്ക് ദേവിന്റെ ഈ കലിപ്പ് കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് അവൾ പല്ലുറുമ്പിക്കൊണ്ട് ചെവി പൊത്തി നടന്നു. കൂപ്പ് ഷൈൻ ചെയ്യാണ്. ആർക്കപ്പോ അവന്റെ ഒച്ച കേൾക്കേണ്ടത്? വലിയ ആളായിന്നാ ഇപ്പോ. ഫീലിങ്സ് പുച്ഛത്തോടെ അവന്റെ മുന്നിലൂടെ നടന്നു വരുമ്പോഴാണ് അടുത്ത ബോംബ്. ഇനി എന്റെ സമ്മതമില്ലാതെ ആരുടെങ്കിലും പിറകിൽ വലിഞ്ഞു കയറിയ ദേവിന്റെ തനി കൊണ ഈ കാണും. ഒന്ന് പോടാ മത്തങ്ങത്തലയാ. എന്തിനാ പെണ്ണിനെ ഇങ്ങനെ പീഡിപ്പിച്ച് നിർത്തുന്നത്? ഇവനെ കെട്ടുന്നവളെ ഗതി എന്താവും ദേവി? ഞാൻ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അവരിൽ നിന്നും രക്ഷപ്പെട്ട് വളവ് തിരിഞ്ഞതേ ഉള്ളൂ. ഹേയ് മഞ്ഞക്കിളി, ഒന്ന് നിൽക്കടോ, എന്നെക്കൂടെ ഒന്ന് ക്ലാസ്സിന് കൂട്ടോ. പിറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് ഗൗരി പൊടുന്നിനെ തിരിഞ്ഞു. പിറകിൽ രണ്ട് വിനീതന്മാര് താണു കീണ് നിൽക്കുന്നു. വെള്ളവും ഇട്ട ഒരു ചെക്കനും പാൻറ്റും ഷർട്ടും ഇട്ട ജെന്റിൽമാൻ ലുക്കിൽ വേറെ ഒന്നും ഉണ്ട്. ഇയാൾ ആ UDSFന്റെ ആളല്ലേ? എന്നോട് ഇലക്ഷൻ എങ്ങാനും നിൽക്കാൻ പറയാനാണോ? കുറച്ച് ജാടയിൽ നിൽക്കാം. എന്ത് വേണം? അവളൊന്ന് കടുപ്പത്തിൽ സംസാരിച്ചു. ദേവും ബാക്കിയുള്ളവരും അവരെ തന്നെ നോക്കി നിൽക്കാണ്. ഇവരുടെ സ്കൂളിൽ ഒരു ടീച്ചർ ഒഴിവുണ്ട്. നീ ഉഷാറാണെന്ന് പറഞ്ഞു കേട്ട് വന്നതാണ്. സയൻസാണ് വിഷയം. കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് നിൽക്കാം. കൂടെയുള്ള ചെറുപ്പക്കാരൻ പുഞ്ചയോട് പറഞ്ഞു. താല്പര്യമുണ്ടല്ലോ, ഞാൻ വരാം സാർ, ഗൗരി താഴ്മയോടെ പറഞ്ഞു. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾക്ക് കാണാട്ടോ. പിന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് തന്നാൽ മതി. ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്താണ് എൻ്റെ വീട്. അച്ഛനാണ് മാനേജർ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സിദ്ധാർത്ഥിനെ കൂട്ടി വന്നത്. വീട്ടിലേക്ക് ഇവളെ കൂടെ ഞാൻ വന്നോണ്ട് അച്ഛനോട് നീ ഒന്ന് സൂചിപ്പിച്ചാൽ മതി. അവരോട് യാത്ര പറഞ്ഞു അയാൾ പോയി. വെള്ളയും ഇട്ട് കുറുക്കൻ ബുദ്ധി മാത്രം അവളെ ചുറ്റിപ്പറ്റി നിന്നു. 1-2 അടി വെച്ചതിനു ശേഷം ഗൗരി തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ പോയിട്ടില്ല. അവളെ തിരിഞ്ഞു നോക്കുന്ന കണ്ട് അവനൊന്ന് പരിങ്ങി. അയാളെ മീൻ കട്ട പൂച്ചന്റെ ഭാവം കണ്ട് ഗൗരി തിരിഞ്ഞു നടന്നു. കുറുക്കൻ തന്നെ ശ്രദ്ധിക്കാതെ നടന്നു നീ ഗൗരിയെ കണ്ട് അയാൾ പിറകെ ധൃതിയിൽ നടന്നു വന്നു. അതെ, ഞാൻ മഞ്ഞക്കിളിയെന്ന് വിളിച്ചത് ഇഷ്ടായില്ലേ? അതിന് ഞാൻ മഞ്ഞക്കിളി അല്ലല്ലോ. അങ്ങനെ അങ്ങ് പോവല്ലേ. ഞാൻ ജോലി ശരിയാക്കി തന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? അവളുടെ പിന്നാലെ കൂടിക്കൊണ്ട് അയാൾ അവളോട് ചോദിച്ചു. എനിക്കറിയാം ചേട്ടാ, എന്നെ സോപ്പിട്ട് ഈ നാട്ടുകാരുടെ വോട്ടും വാങ്ങി ഇയാൾക്ക് ബ്ലോക്കിൽ കയറി വിരസാനല്ലേ? തൻ്റെ ഉദ്ദേശം അക്ഷരം തെറ്റാതെ ഗൗരി പറഞ്ഞപ്പോൾ അയാളുടെ മുട്ട പോലത്തെ കണ്ണുകൾ മുന്നിൽ താനെ ഉന്തി വന്നു. മോനെ സിദ്ധു, എനിക്ക് വേറെയും സിദ്ധാർത്ഥനെ അറിയാം. അതേത് സിദ്ധാർത്ഥൻ? അന്മയും സിദ്ധാർത്ഥൻ. ഓ ചാളി, ടീച്ചറാക്കിയതാണല്ലേ? എന്തായാലും എനിക്ക് ജോലി വാങ്ങി തന്നെയല്ലേ, കൂടെ വന്ന ഒരു ലൈൻ വാങ്ങിത്തരാം. അതും പറഞ്ഞ് ഗൗരി തിരിഞ്ഞതും മൂപ്പരി പിറകിലോട് ഓടി വരുന്നുണ്ടായിരുന്നു. കൂടെ ഒരു പയംപൊരിയും. ടീച്ചറെ, സിദ്ധാർത്ഥിനോട് സംസാരിച്ച് നടന്ന് നീങ്ങുമ്പോൾ അവൾക്ക് ദേവ് പിറകിലുള്ള കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. ദേവാണെങ്കിൽ ആരോടുള്ള കല്ലിൽ പ്രഷർ കയറി പലരും അപ്പുറത്തിരിക്കുന്നവൻ്റെ നടുപ്പുറം കടപ്പുറമാക്കുകയായിരുന്നു. ദിനങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണു. അവധി ഏകദേശം കഴിയാറായി തുടങ്ങി. ക്ലബ്ബ് പ്രോഗ്രാമൊക്കെ ഭംഗിയായി അവസാനിച്ചു. ഗൗരി പിന്നെ പൂന്താനത്തേക്ക് പോയിട്ടേയില്ല. വാർഷിക പരിപാടിയുടെ അന്ന് ശിവയെ കണ്ടിരുന്നു. അവളാണ് ദേവ് തിരിച്ചു പോയ കാര്യമെല്ലാം ഗൗരിയോട് പറഞ്ഞത്. അമ്മയും ശങ്കരമാമയും എല്ലാം കാണാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഗൗരി പോയതേയില്ല. ശിവ വിളിക്കുന്നുണ്ടെങ്കിലും എന്തോ അവൾക്ക് പോവാനേ തോന്നിയില്ല. ഒരു ദിവസം അപ്രതീക്ഷിതമായി ദേവിൻ്റെ അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നു. പിള്ളേരുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തെങ്ങിന് തടം കയറിക്കൊണ്ടിരിക്കുന്നതിടെയാണ് അവരുടെ വരവ്. പെട്ടെന്ന് അവരെ കണ്ട ഷോക്കിൽ ഗൗരി തറച്ചു നിൽക്കുമ്പോഴാണ് അച്ഛൻ വന്ന് ബാക്കിയുള്ള തെങ്ങിൻ തടം തുറന്നു കൊടുത്തത്. വരാന്തയിൽ നിന്ന് അമ്മ ഈശ്വരാന്ന് വിളിച്ചു ഇറങ്ങി വരുമ്പോഴാണ് ഗൗരി മുന്നിൽ നടക്കുന്ന കാഴ്ച കാണുന്നത്. ഓടിച്ചെന്ന് കൈക്കോട്ടും വാങ്ങി അച്ഛൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുമ്പോൾ ദേവിൻ്റെ അമ്മയുടെ മുഖത്തും സന്തോഷം കളിയാടുന്നുണ്ടായിരുന്നു. കാരണം ദേവും ശിവൻ സ്വന്തം അച്ഛനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ഗൗരി അങ്ങനെയല്ല എന്ന് അവൻ്റെ അമ്മയ്ക്ക് ആദ്യമേ തോന്നിയിരുന്നു. അച്ഛനും പ്രത്യേക വാത്സല്യം അവളോടുണ്ടെന്ന് ഇപ്പോഴത്തെ പ്രവൃത്തിയിലൂടെ അവൾക്കും മനസ്സിലായി. ചെളി കണ്ടാൽ വഴക്ക് പറയുന്ന മനുഷ്യനാണ്. ഇപ്പോൾ ഒരു പ്രശ്നമില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വായാടിത്തരം പുറത്തെടുക്കുമ്പോൾ അവളൊരു കൊച്ചുകുട്ടിയായി. പണ്ടത്തെ വിശേഷങ്ങൾ പറഞ്ഞു മണിക്കൂറുകൾ അവർ ഇരുന്നു. ഇടയ്ക്ക് അത്രയിടം വരെ ഒക്കൊന്നു വാ, ഇല്ലൽ വഴി മറന്നു പോവും എന്ന അമ്മയുടെ സംസാരം കേട്ട് അവൾ ചിരിച്ചു. വരണ്ട അമ്മേ എന്ന് മാത്രം ഒഴിഞ്ഞുകൊണ്ട് അവരവൾ യാത്രയാക്കി. സ്കൂൾ തുറക്കാനുള്ള 2 ദിവസം മുന്നേ ഉണ്ണിയേട്ടൻ വന്നിരുന്നു. അവൾക്ക് ആവശ്യമുള്ള എല്ലാം അവൻ്റെ കൂടെ പോയി അവൾ വാങ്ങിച്ചു. ആരവിൻ്റെ നിർബന്ധം കൊണ്ട് അവൾ പഴയ നോക്കിയ സെറ്റ് ഒഴിവാക്കി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. സാംസങ് വാങ്ങിയ ദിവസം തന്നെ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്തു ആരവിൻ്റെ ID തപ്പി ഒരു റിക്വസ്റ്റ് വിട്ടു. ദാ വരുന്നു കോഴി ആരവ്. കുറച്ചു നേരം ഓനോട് കത്തിയടിച്ചിരിക്കുമ്പോഴാണ് അവനൊരു നഗ്നസത്യം അവളോട് പറയുന്നത്. കഷ്ടകാലത്തിന് അവൻ്റെ വായിൽ നിന്നും ചാടിയതായിരുന്നു. കേട്ട ഞെട്ടലിൽ തലയും വാലും പറയിപ്പിച്ചാണ് ഗൗരി അവനെ വിട്ടത്. എന്താണെന്ന് പറയട്ടെ? കേട്ടോളി മക്കളെ, നമ്മളെ ഉണ്ണിയും ശിവയും തമ്മിൽ ദിവ്യപ്രേമാണത്രേ. കേട്ടപ്പോൾ ബോധം പോയില്ലേ അല്ലേ? അന്ന് പാലാകുറിച്ചിൽ നിന്നും പോന്ന അന്ന് ഇരുവരും ഹൃദയം കൈമാറിയത്രേ.
ദേവി, ഉണ്ണേട്ടനാ? അവൾക്ക് ആകാംക്ഷ അടക്കുവാനായില്ല. എന്നാലും എൻ്റെ കള്ളക്കാമുക, എന്നോടിത് വേണ്ടായിരുന്നു. ഒന്നെങ്കിൽ എൻ്റെ സെറ്റായിട്ട് പോരായിരുന്നു. വെറുതെ അല്ല ശിവ ഫെമിനിസം രാജിവെച്ച് ഇറങ്ങിയത്. ഇനി ഇത് ആരോടെങ്കിലും പറഞ്ഞ് സംഗതി വഷളാക്കിയാൽ നിന്റെ കൊല്ലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ആരവ് ചാറ്റി നിർത്തി പോയത്. ഉണ്ണേട്ടനാൾ തരക്കേടില്ലല്ലോ. ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്നതപ്പോൾ അപ്പം എന്നോട് സ്നേഹം മൂട്ടിട്ടല്ല, തള്ള ശിവനെ കാണാനാണ്. ആയിക്കോട്ടെ, എൻ്റെ മാവ് ഒരു കാലത്ത് പൂക്കും. അന്ന് റൊമാൻസ് വെച്ച് നടക്കുമ്പോൾ അസീവിടെ നോക്കി നിൽക്കും രണ്ടും. ബ്ലഡി യൂളസ്. ഇമാതിരി ദൈവവിശ്വാസവും ശിവയ്ക്ക് കൂടെ ഉണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എല്ലായാലും നമ്മളെ കണ്ണീരൊന്നും ദൈവം കാണുന്നില്ലല്ലോ. നോക്കുന്നതൊന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ചുമ്മാ ഫോണിൽ തോണ്ടി സങ്കടം തീർക്കാൻ മിച്ചറും തിന്നിരിക്കുമ്പോഴാണ് ദേവിൻ്റെ FB അക്കൗണ്ട് അവളെ കണ്ണിൽ വന്ന് പെട്ടത്. ഗ്ലാമർ കണ്ണേട്ടൻ. അപ്പോൾ ഒരു പിക്ക് പോസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. പച്ചയും കത്തിച്ചിരിക്കുന്നുണ്ട്. പ്രാക്ടീസിനിടയിൽ എടുത്തതാണെന്ന് തോന്നുന്നു. ആകെ വീർത്ത് കൊഴിച്ച് ഷർട്ടൊന്നും ഇടാത്ത സിക്സ് പാക്കും കാട്ടി ചുറുക്കായിരിക്കണ്. മ്ലാച്ചൻ. ഒരു ലുക്കും ഇല്ല. മുഖം ചുളുക്കിക്കൊണ്ട് താഴെ ഒരു കമൻ്റ് ഇട്ട് കൊടുത്തു. കണ്ടേച്ചാലും മതി, പോയി ചാവടേന്ന്. കമൻ്റ് ഇട്ട് ഫോൺ ലോക്ക് ചെയ്തേ ഉള്ളൂ. അപ്പോഴേക്കും വന്ന് നോട്ടിഫിക്കേഷൻ. ചെന്ന് നോക്കുമ്പോൾ സാർ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്. നീ പോടി, വായി നോക്കി ധാവണി തള്ളയെന്ന്. വേണ്ടിയിരുന്നില്ല. ഇതിനാണ് വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്നത്. ദേവിൻ്റെ കയ്യിൽ നിന്നും ഒരു ചീത്ത കേട്ടപ്പോൾ FB തുറക്കാനുള്ള ഫ്ലോ അങ്ങോട്ട് പോയി. എന്നാൽ പിന്നെ ശിവനെ ചെന്നിട്ട് ഒന്ന് ഇളക്ക എന്ന് കരുതി ഇല്ലത്തേക്കൊന്ന് ചെന്നതായിരുന്നു. ദേവില്ലാത്ത ധൈര്യത്തിൽ ചാടി ഓടി പോയതായിരുന്നു. കോലായിൽ നിന്ന് കയറുമ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്ന പാറുമ്മ പറഞ്ഞു അവരൊക്കെ അമ്പലത്തിൽ പോയതാണെന്ന്. അകത്ത് കാവല്ലാതെ വേറെ ആരുമില്ല. അതും പറഞ്ഞ് അവർ ജോലിയിൽ തിരിഞ്ഞു. ശിവ മാത്രമേ ഉള്ളൂ. ഇന്ന് അവളെ ഞാൻ വെള്ളം കുടിപ്പിക്കും. ചെരുപ്പഴിച്ച് തുള്ളിച്ചാടി അകത്തേക്ക് കടന്നു. ശിവക്കുരിപ്പ് എവിടെയാണാവോ? ഉണ്ണിയേട്ടനോട് സൊല്ലിയിരിക്കാവും. ശിവ ഉണ്ണികൃഷ്ണൻ, ക്യമോണ്ട. നടുമുറ്റ കോലായിലൂടെ ശിവയെ വിളിച്ച് നടക്കുമ്പോഴാണ് അവൾ ആരോ റൂമിലേക്ക് കൈപിടിച്ച് വലിച്ചത്. കൃത്യം നടുചെന്ന് കട്ടിലിടിച്ചു അവൾ മലർന്നടിച്ച് ബെഡിൽ വീണു.